Hi guys, day 2 of my study vlogലേക്ക് സ്വാഗതം. ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഒന്ന് എനർജറ്റിക് ആവാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പുട്ടുണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ പുട്ടും കടലയായിരുന്നു ഇന്ന് രാവിലെ. അതിനുശേഷം നേരെ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ടൈമറൊക്കെ സെറ്റാക്കി ടു ഡു ലിസ്റ്റൊക്കെ വെച്ചു. നമ്മളിന്ന് കവർ ചെയ്തത് കറണ്ട് അഫെയർസും PYQവും ഭൗതിക ശാസ്ത്രത്തിൽ സൗരയൂഥങ്ങളെ പറ്റിയിട്ടുള്ളതും നമ്മൾ നോക്കിയിരുന്നു. ജീവശാസ്ത്രവും ഒരുവിധം ഞാൻ റിവിഷൻ ചെയ്തു. നേരത്തെ ഇതൊക്കെ റിവിഷൻ ഒന്നും കൂടെ നോക്കിയതായിരുന്നു, പിന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാമെന്ന് വെച്ചു. കുറേ സയൻറ്റിസ്റ്റിൻ്റെ പേരും അതൊക്കെ ഇത്തിരി ഓർത്തെടുക്കാൻ എനിക്കിത്തിരി പാടാണ്. പിന്നെ അതും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു, ഒന്ന് നോട്ടൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ആക്കി വെച്ചു. അപ്പോൾ നമ്മുടെ 10 പ്രിലിംസിന് ഇനി അധികം ദിവസമൊന്നും ഇല്ല, 3 ദിവസം കൂടെ ഉള്ളൂ. ശനിയാഴ്ച 18-ാം തീയതി നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഹാൾ ടിക്കറ്റൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ റിവിഷനും കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനൊരു വ്ളോഗ് ഇടണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ ഫസ്റ്റ് ഷോർട്സായിട്ട് ഞാൻ പറഞ്ഞിട്ടു ഡേ 1 എന്നും പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഇന്നലെ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ഇന്ന് മുതൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നോക്കാം. പിന്നെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ചോറുണ്ട് മുട്ടയൊക്കെ ആയിട്ട് ബീട്രൂട്ട് തോരനും തക്കാളിക്കറിയൊക്കെ ഇട്ടത് കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ വന്നിരുന്ന് പഠിച്ച് അങ്ങനെ ഇരുന്നിട്ട് ഞാനൊന്നും കൂടെ PYQഒക്കെ റിവൈസ് ചെയ്തായിരുന്നില്ല. കുറേ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കട്ടാക്കി ഞാൻ ഇട്ടേക്കുന്ന, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയിപ്പോൾ. ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ വായിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാനിത് എഴുതാൻ പോകുന്നത് 2ാമത്തെ എക്സാമായിരുന്നു. ആദ്യം ഞാൻ ഒരെണ്ണം എഴുതിയായിരുന്നു, പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒന്നും അങ്ങനെ കണ്ടില്ല. കുറച്ചും കൂടെ സീരിയസ് ആയത് ഈ വർഷമാണ്. അപ്പം മാക്സിമം പിടിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒത്തിരി പേരുടെ വ്ളോഗൊക്കെ കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. അതിൽ നിന്ന് ഇൻസ്പയറും കൂടി ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് PSC വ്ളോഗിൽ അല്ലിയുടെ വീഡിയോസില്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ എനിക്ക് മോട്ടിവേഷൻ വേണമെന്ന് തോന്നിയാൽ ഞാൻ എപ്പോൾ ഇരുന്ന് ഏതെങ്കിലും PSC വ്ളോഗ് കാണും. കൂട്ടത്തിൽ അല്ലിയുടെ വ്ളോഗ് ഞാൻ കാണാറുണ്ട്. അപ്പം അതിൽ ഓരോരോ ടിപ്സ് അല്ലി ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഞാനും ഫോളോ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, വേറെ കുറേ PSC വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നോക്കി ഞാൻ എൻ്റെ രീതിയിൽ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാറുണ്ട്. കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിലും പോകുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ലക്ഷ്യയുടെ ബുക്കിൽ ഞാൻ അത്യാവശ്യം കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബുക്ക് മാത്രമായിട്ട് കവർ ചെയ്യാൻ പാടില്ലല്ലോ, നമുക്ക് കിട്ടുന്ന സാമഗ്രികളെല്ലാം നമ്മൾ റിവൈസ് ചെയ്യണമല്ലോ നോക്കിയിട്ട്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ കാണും. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ സിലബസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോസിൽ ഇങ്ങനെ കണ്ടെന്നപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ PDF ആക്കിയൊക്കെ വെച്ച് സെറ്റാക്കിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത്രയും വരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വന്നവരെ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.